Hi everyone, myself Alex Tharun, Assistant Professor in Trinity College of Engineering, Trivandrum. In this lecture, we will discuss about various river training works. River training implies various measures adopted on river to direct and guide the river flow, to train and regulate the river bed, or to increase the low water depth. The purpose of river training is to establish the channel along a certain alignment. അപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം മെഷേഴ്സ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ഓൺ എ റിവർ ടു ഡയറക്റ്റ് ആൻഡ് ഗൈഡ് ദ റിവർ ഫ്ലോ. വാട്ടർ ഫ്ലോനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ്. അതേപോലെ ടു ട്രെയിൻ ആൻഡ് റെഗുലേറ്റ് ദ റിവർ ബെഡ്, വാട്ടറിൻ്റെ ബെഡ്, അതായത് റിവറിലുള്ള താഴത്തെ സർഫസ്, അതിനെ ട്രെയിൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും, ഓർ ടു ഇൻക്രീസ് ദ ലോ വാട്ടർ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സിനെയാണ് റിവർ ട്രെയിനിങ് എന്ന് പറയുന്നത്. മെയിൻ പർപ്പസ് ഓഫ് റിവർ ട്രെയിനിങ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ചാനൽ ഇൻ എ സെർട്ടൻ അലൈൻമെൻറ്റ്. ഒരു പർട്ടിക്കുലർ അലൈൻമെൻറ്റിൽ റിവർ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിവർ ട്രെയിനിങ്: to provide a safe passage of flood discharge without overflowing to the bank for protection of cultivated or inhabited area. അപ്പോൾ നമ്മൾ റിവറിലുണ്ടാകുന്ന ഫ്ലഡ് വാട്ടർ ബാങ്ക്സിലേക്കൊക്കെ കയറി നമ്മുടെ കൾട്ടിവേറ്റഡ് ഏരിയ, നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഡിസ്ട്രോയ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Second point, to protect the bank from erosion and improve the alignment by stabilizing the river channel. നമ്മുടെ റിവർ ബാങ്ക് അതിനെ ഇറോഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് ഇറോഷനിലേക്ക് പോകാതെ സ്റ്റെബിലൈസ് ചെയ്യാനും നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തേർഡ് വൺ, ടു ട്രാൻസ്പോർട്ട് എഫിഷ്യൻ്റ്ലി ദ ബെഡ് ആൻഡ് സസ്പെൻഡഡ് സെഡിമെൻറ്റഡ് ലോഡ്. റിവറിൽ സസ്പെൻഡായി കിടക്കുന്ന മെറ്റീരിയൽസും സെഡിമെൻറ്റ്സും സോയിൽ പാർട്ടിക്കിൾസിനെയൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഫോർത്ത് വൺ, ടു പ്രൊവൈഡ് എ സഫിഷ്യൻറ്റ് ഡ്രാഫ്റ്റ് ഫോർ നാവിഗേഷൻ ആസ് വെൽ ആസ് കോഴ്സ് ഫോർ ഇറ്റ്. വേരിയസ് നാവിഗേഷൻ പർപ്പസ് ഉണ്ട്, അതായത് ഷിപ്സൊക്കെ മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് വൺ, to deflect the river away from banks which it might be attacking. റിവർ ബാങ്കിനെ റിവറിൻ്റെ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി. ഓക്കെ, ഇത്രയുമാണ് റിവർ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ്. റിവർ ട്രെയിനിങ് വർക്ക്സിനെ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: ഹൈ വാട്ടർ ട്രെയിനിങ്, ലോ വാട്ടർ ട്രെയിനിങ്, mean water training. First one is high water training. It is also known as training of discharge. It is undertaken with the purpose of providing expeditious disposal of maximum floods and thus provide protection against damage due to flood. It is mainly concerned with alignment and height of embankment for disposal of flood. ഹൈ വാട്ടർ ട്രെയിനിങ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലഡിൽ നിന്ന് നമ്മുടെ റിവർ ബാങ്ക്സിനെയും നമ്മുടെ ഹോംസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് ഹൈ വാട്ടർ ട്രെയിനിങ്. നെക്സ്റ്റ് ഈസ് ലോ വാട്ടർ ട്രെയിനിങ്, ട്രെയിനിങ് ഫോർ ഡെപ്ത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൻ വിത്ത് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് ഡെപ്ത് ഫോർ നാവിഗേഷൻ ഡ്യൂറിങ് ലോ വാട്ടർ സീസൺ. ഇറ്റ് ഈസ് മെയിൻലി അച്ചീവ്ഡ് ബൈ കോൺട്രാക്ഷൻ ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ചാനൽ. അപ്പോൾ നാവിഗേഷൻ പർപ്പസും നാവിഗേഷൻ റൂട്ടൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഷിപ്പിന് സെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ ഡെപ്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പം അങ്ങനെ വാട്ടർ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ ഡെപ്ത് കൂട്ടും, വിഡ്ത്ത് കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഷിപ്പൊക്കെ വന്ന് ഡോക്ക് ചെയ്യുന്ന സ്ഥലം, സെയിൽ ചെയ്യുന്ന നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹാർബർ ഏരിയ, ആ ഏരിയയിലൊക്കെ കറസ്പോണ്ടിങ്ങിൽ എന്തായിരിക്കണം? വാട്ടറിൻ്റെ ഡെപ്ത് കുറച്ച്
കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു മിനിമം വാട്ടർ ഡെപ്ത് നമ്മളവിടെ റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താണ്, ഷിപ്സ് വരുമ്പോൾ അതിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിവർ ട്രെയിനിങ് ആണ് ലോ വാട്ടർ ട്രെയിനിങ്. തേർഡ് വൺ, മീൻ വാട്ടർ ട്രെയിനിങ് ഓർ ട്രെയിനിങ് ഓഫ് സെഡിമെൻറ്റ്. It is undertaken to provide efficient disposal of bed and suspended sediment load and thus to preserve the river channel in a good shape. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റിനെ കറക്റ്റായിട്ട് റിവറിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ സെഡിമെൻറ്റ് ഇറോഷൻ അഫക്റ്റ് ചെയ്യാതെ നമ്മളതിനെ എടുത്ത് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിവർ ട്രെയിനിങ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് 3 ടൈപ്സ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞ 3 റിവർ ട്രെയിനിങ് വർക്ക്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മീൻ വാട്ടർ ട്രെയിനിങ് ആണ്. This is so because a river training work adopted to alter the river cross section and alignment must obviously be designed in accordance with this stage of the river at which maximum movement of sediment take place during any period under consideration. At a high stage, river is most active but pursues for a short duration. അപ്പോൾ ഹൈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ, അതായത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ അതൊരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അറ്റ് ലോ സ്റ്റേജ് വിറ്റ് പെർസ്യൂട്ട്സ് ഫോർ വെരി ലോങ് ഡ്യൂറേഷൻ. Maximum bed building stage is where near to mean water. Mean water training therefore forms the basis on which both high and low water training are planned. അപ്പോൾ ഈ ഹൈ ആൻഡ് ലോ വാട്ടർ ട്രെയിനിങ് അതിൻ്റെ പ്ലാനിങ്ങും എല്ലാം ഈ മീൻ വാട്ടർ ട്രെയിനിങ് സ്റ്റേജിലാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റിവർ ട്രെയിനിങ് or types of river training works. Various methods adopted for river training includes marginal embankment or levees. Second one, guide bank or guide bunds. Third one's grounds or spurs. Fourth one, cut-offs. Fifth one, pitching of banks and provision of launching aprons. Sixth one, pitched islands. ഇനി നമുക്ക് ഇതോരോന്ന് 1 by 1 എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും യൂസ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.